ഇന്ന് ഞാൻ ബീഫും കൂർക്കയും കൂടി മിക്സ് ചെയ്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുക്കുന്നുണ്ട്. ബീഫ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ബീഫ് ക്ലീൻ ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനേഗറും കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത്. വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ബീഫ് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ഞാൻ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും 10 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിൽ 5 വിസിലടിക്കുമ്പോൾ ബീഫ് നന്നായി വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ നോർമലി 5 വിസിലാണ് ഇത് അടിക്കുന്നത്. ഇന്ന് ഞാൻ 4 വിസിലാകുമ്പോൾ കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക അതിനോടൊപ്പം ചേർത്ത് കൊടുത്താണ് ഒരു വിസിലും കൂടി അടിക്കുന്നത്. ടോട്ടൽ അങ്ങനെയാണ് 5 ആകുന്നത്. ശരിക്കും കൂർക്ക ചേർക്കേണ്ടത് നമ്മൾ ഇപ്പോഴല്ല, മസാലയെല്ലാം ചേർത്തതിന് ശേഷമാണ് കൂർക്ക ചേർക്കേണ്ടത്. പിന്നെ എന്നെപ്പോലെയുള്ള എളുപ്പപ്പണി നോക്കുന്നവർക്കാണ് ഇത് കുറച്ചുകൂടി സൂട്ടാകുന്നത്. കറക്റ്റ് നമ്മൾ മസാല ചേർത്തതിന് ശേഷം കൂർക്ക ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റൊക്കെ കറക്റ്റ് കയറി പിടിക്കുന്നത്. ഞാൻ കുറച്ചിങ്ങനെ എളുപ്പപ്പണിയൊക്കെ നോക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ എനിക്കിന്ന് പുറത്ത് പിള്ളേരെ വിളിക്കാൻ സ്കൂളിലും പോകണം. അതുകൊണ്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ആ മസാല കൂട്ടാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് വഴറ്റി അതിനോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കുറച്ചുകൂടി നമ്മൾ ഓൾറെഡി കുക്കറിൽ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തതിന് ശേഷം നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോഴും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മീറ്റ് മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് ഇത് മസാലകൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂർക്കയും ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ സമയത്താണ് കൂർക്ക ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല, എന്നെപ്പോലുള്ള കുറച്ച് മടിച്ചുകൾക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ടവർക്കാണ് നേരത്തെ ഇത്. ശരിക്കും ഇപ്പോഴാണ് കൂർക്ക ചേർക്കേണ്ടത്. ഇനി കൂർക്കയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിനി ഒരു 10 മിനിറ്റിന് ശേഷം 10 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോഴത്തേന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കൂർക്ക വെന്തലിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂർക്കയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കൂർക്കയിൽ ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്ത് ഞാനിതിനെ അടച്ച് വയ്ക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂറത്തേക്ക് ഇതിങ്ങനെ അടച്ച് വെച്ചതിന് ശേഷമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോഴാണ് ആ മസാലയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.